ഗായ്സ്, കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ വെക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. നല്ല മാമ്പഴം കിട്ടിയിട്ടുണ്ട്. നമുക്കതിൽ പുളിശ്ശേരിയാക്കി മാറ്റാം. മാമ്പഴം റെഡി കേട്ടു. ഇത് എനിക്ക് കൈലഹവും ഇല്ല. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിക്കകത്ത് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ. നമ്മൾ തേങ്ങ നല്ല കല്ലേലാണ് അരച്ചെടുക്കുന്നത്, മിക്സിക്കകത്തല്ല, കല്ലേൽ നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കിന്ന് വേവിക്കാൻ വെക്കാം. വെച്ച് വേവിക്കാം. ശർക്കര പാനിയാക്കി എടുക്കാം. ഇതിനകത്ത് ഒഴിക്കാൻ ശർക്കരയാണ് ഒഴിക്കുന്നത്. ശകലം വെള്ളം ചേർത്ത് ശർക്കര പാനിയാക്കി. ഇത് ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നതാണ്. നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിക്കകത്തേക്ക്, മാമ്പഴക്കറിക്കകത്തേക്ക് ഒഴിക്കാനായിട്ട്. മാമ്പഴം വെന്തുകൊണ്ടിരിക്കുകയാണ്. വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില. എല്ലാവരും വെക്കുന്ന പോലെയല്ല മാമ്പഴക്കറി വെക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ടൊരു സാധനം ചേർക്കുന്നുണ്ട്. നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നെയ്ത് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. നമ്മളിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മളിവിടെ വെറൈറ്റി ആയിട്ട് എല്ലാവരും നമ്മൾ സാധാരണ മാമ്പഴക്കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ്, ഇത് നെയ്യ് ഉപയോഗിച്ചാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. ശകലം നെയ്യ് ഒഴിച്ചാണ് നമ്മളതിനകത്ത് മാമ്പഴം വേവിച്ചത്. ഒരു കടുക് വറുത്തത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്കകത്താണ് നമ്മൾ ഇത് വറുത്തെടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും മണവും വരുന്നുണ്ട്. ഒരു കാണിക്കണം.